മോർണിംഗ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 2 വ്ളോഗാണ്. പളനിയിൽ നിന്ന് നമ്മൾ പോകുവാണ് കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഗമണ്ണൊക്കെ കയറാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ. വെളുപ്പിനെ 5 മണിയായപ്പം റൂം വെക്കേറ്റ് ചെയ്തത്. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് കാറ് ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമുക്കിവിടുന്ന് ഇറങ്ങാനായിട്ട്. ഇന്നലെയൊക്കെ നമ്മൾ പളനി പോയിട്ട് എൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡേ 1 എന്ന് പറഞ്ഞിട്ട്. കാണാത്തവർ കയറി കാണണേ. പളനിയിൽ നിന്ന് സെക്കൻഡ് ഡേ നമ്മൾ കൊടൈക്കനാലും കൂടി കയറിയിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ടൈമില്ല, നമുക്ക് നേരത്തെ വീട്ടിൽ ചെല്ലണം. അതുകൊണ്ടാണ് നമ്മൾ വെളുപ്പിന് 5 മണിക്ക് ഇറങ്ങി നമ്മൾ ഇടുക്കി വാഗമണ്ണൊക്കെ കയറി പോകാമെന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ. നൈറ്റൊക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു എന്ന് തോന്നുന്നു. പാച്ചു നല്ല ഉറക്കമാണ്. അവൻ ഉറക്കത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ അവനെ കൊണ്ടുപോവുകയാണ്. അവൻ്റെ ഡ്രസ്സ് പോലും ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്തില്ല. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കാറ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോവുകയാണ്. അമ്പലത്തിൽ കയറാൻ നേരമായപ്പോൾ ഞാൻ ഫോണും കൊണ്ടാണ് കേട്ടോ പോയത്. ഫോൺ ചെക്ക് ചെയ്യത്തില്ലെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ അവിടെ അവർ ചെക്ക് ചെയ്തപ്പോൾ ഫോൺ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് അവർ പറഞ്ഞു കൊണ്ടുപോയി ലോക്കർ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലോക്കറിൽ കൊണ്ട് ഫോൺ വെച്ചിട്ടാണ് കേട്ടോ കയറിപ്പോയത്. അങ്ങനെ ടോളിൽ നിർത്തുവാണ് കേട്ടോ വണ്ടി. നമ്മൾ അങ്ങോട്ട് പളനിക്ക് പോയപ്പോൾ തന്നെ ഒരു 3 ടോളുണ്ടായിരുന്നു. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് വന്നത്. വണ്ടിക്ക് ഫാസ്ടാഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ റേറ്റ് ഇല്ല. 200 രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വണ്ടി എടുക്കുന്നത്. ഫാസ്ടാഗ് നോക്കിയപ്പോൾ നമുക്ക് 0 ബാലൻസ് കാണിച്ചുകൊണ്ട് നമ്മൾ റീചാർജ് ചെയ്യുവാണ് കേട്ടോ 200 രൂപയ്ക്ക്. അതുകൊണ്ട് നമ്മളിപ്പോൾ വണ്ടി എടുത്തു, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത സ്പോട്ട് നമ്മൾ കമ്പത്തിലാണ് കേട്ടോ നിർത്തുന്നത്. നമുക്ക് മുന്തിരിപ്പാടമൊക്കെ കയറി കാണാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ മുന്തിരിപ്പാടമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ നേരത്തെ വ്ളോഗിൽ നമ്മൾ മുന്തിരിപ്പാടത്ത് നിർത്തിയ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വീണ്ടും വന്നേക്കുന്നത്. അപ്പോൾ പാച്ചു വന്നിട്ട് അപ്പൂൻ്റെ അടുത്ത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പാച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ വന്ന ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. മുന്തിരിപ്പാടം കാണാനായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പോയ ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കമ്പം വീട്ടുകാരൊക്കെ ആയിട്ട് പോയപ്പോൾ ഇവിടെയാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് കയറി കേട്ടോ. അവരെല്ലാം അങ്ങോട്ട് നടന്നു. ഞാൻ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് കഴിക്കാം. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നമ്മളിവിടുന്ന് ഗ്രേപ്സ് വല്ലതും എടുക്കുവാണെങ്കിൽ 500 രൂപ ഫൈനാണ്. നമ്മൾ ഇവിടെ മുന്തിരിപ്പാടത്തിൽ വന്നപ്പോഴാണ് പാച്ചു ഉറക്കത്തിൽ നിന്ന് എണീറ്റത് കേട്ടോ. അതുവരെ അവന് ഉറക്കമായിരുന്നു. പിന്നെ എൻ്റെ ഇവിടെ അധികം ആൾക്കാരില്ല. നമ്മൾ രാവിലെ ഇവിടെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. പെൺകൊച്ചുങ്ങളെ പോലെയുണ്ട് അല്ലേ പൊന്നെ. ഗ്രേപ്സ് നമുക്ക് ഇവിടെ കൂടെ തുടിപ്പിക്കാം. ഇത് തൊടാവോ? അയ്യോ എത്തത്തില്ലല്ലോ. പാച്ചുവിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? ഇന്നലെ അവന് മുട്ടയടിച്ചത് കൊണ്ട് ഇന്നലെയൊക്കെ അവൻ കരച്ചിലായിരുന്നു. നിങ്ങൾ എൻ്റെ പളനി വ്ളോഗിൽ കണ്ടു കാണുമല്ലോ അവന് മുട്ടയടിക്കുന്ന നേരത്ത്. പിന്നെ ഇതേൻ്റെ അവന് ഗ്രേപ്സൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ് അവന്. നമുക്ക് ഗ്രേപ്സ് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം ഇവിടെ, അത് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വൈനുണ്ട്, ഗ്രേപ്സ് ജ്യൂസും ഉണ്ട് കേട്ടോ. നമ്മൾ ഗ്രേപ്സ് മേടിക്കുന്നില്ല, പിന്നെ നമ്മൾ ജ്യൂസ് കുടിക്കാനാണ് പ്ലാൻ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ മുന്തിരിത്തോട്ടത്ത് വന്നിട്ട് നമ്മളൊന്നും മേടിച്ചില്ല, ജ്യൂസ് പോലും കുടിച്ചില്ല കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രേപ്സ്. ഇതൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ 500 രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും. നമുക്ക് ജസ്റ്റ് കാണാനേ പറ്റത്തുള്ളൂ, തൊടാനൊന്നും പറ്റത്തില്ല കേട്ടോ. പാച്ചു ഈ ഗ്രേപ്സ് ഒക്കെ കണ്ടിട്ട് പറയുക ബോള് വേണമെന്ന് പറയുന്നുണ്ട്. നമ്മളിവിടുന്ന് ഫ്രഷ് ജ്യൂസ് കുടിക്കുവാണ് ഇവിടുത്തെ ഗ്രേപ്സിൻ്റെ. പക്ഷേ ഇവിടെ അവർ ഐസൊന്നും ഇട്ട് തരത്തില്ല, വെള്ളം പോലും ചേർക്കാതെയാണ് കേട്ടോ ജ്യൂസ്. നല്ല തിക്നെസ് ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു കേട്ടോ ജ്യൂസ്. ഇവിടുന്ന് പോവുകയാണ് നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ ഒരു ഹോട്ടലിൽ. നമ്മളിപ്പോൾ വന്നേക്കുന്നത് പരുന്തുംപാറയിലാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ എവിടെയാണ് കേട്ടോ ഡയറക്റ്റ് വന്നത്. വേറെ എങ്ങും നമ്മൾ വണ്ടി നിർത്തിയില്ല. എവിടെ നമ്മൾ വന്നേക്കുന്നേ? എവിടെ വന്നേക്കുന്നേ? അല്ല പക്ഷേ അത് നമ്മൾ വരുന്ന വഴിക്ക് അങ്ങോട്ട് കയറിയതാണ്.
ഇനിയിപ്പോൾ നമ്മൾ വാഗമണ്ണൊക്കെ പോകുന്ന വഴിയാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ എല്ലാം കയറിയിട്ട് പോകത്തുള്ളൂ. 12 മണിയായി. നല്ല വെയിലും ഉണ്ട്. ആ കൂട്ടത്തിൽ ഇച്ചിരി തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ മണ്ടയ്ക്ക് വന്ന് നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇച്ചിരി ഉള്ളിലോട്ട് പോകണം കേട്ടോ. ഇതാണ് കേട്ടോ സ്ഥലം. ഇതിൻ്റെ ഇവിടുന്ന് നിന്ന് വ്യൂ ഒക്കെ കാണാം. നമ്മളങ്ങ് ആ സൈഡിലായിട്ടാണ് കേട്ടോ കാർ ഇട്ടേക്കുന്നത്. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് കയറി നടക്കണേ. നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന സൈഡിലാണ് നമ്മൾ നിന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് അകത്തോട്ട് കയറിയാൽ അപ്പുറത്തെ സൈഡിലാണ് വ്യൂ വരുന്നത്. അതിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഭാഗത്താണ് നമ്മൾ കാറൊക്കെ കൊണ്ടിട്ടതും പിന്നെ ടൂറിസ്റ്റ് ബസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. നമ്മൾ ഈ ഭാഗത്ത് നിൽക്കുന്നുള്ളൂ. നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നില്ല കേട്ടോ. നമ്മൾ നേരെ ഇനി പോകുന്ന സ്പോട്ട് വരുന്നത് തങ്കൾപ്പാറയാണ് കേട്ടോ, വാഗമണ്ണ്. നമ്മൾ ഇവിടെ നിൽക്കുന്നുള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ പോവുകയാണ് ഇവിടുന്ന്. തങ്കൾപ്പാറ ചെന്നിട്ട് കാണിക്കാമേ. അപ്പോൾ നമ്മളിത് തങ്കൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നേക്കുന്നത്. നമ്മളങ്ങോട്ട് നടക്കുവാണ് കേട്ടോ. നല്ല വ്യൂ ആണ്. പരുന്തുംപാറയിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് കേട്ടോ, തങ്കൾപ്പാറയിലോട്ടാണ് വന്നത്. സമയം ഇപ്പം 2:30 ആയിട്ടുണ്ട്. ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ വണ്ടി. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കണം. മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു കുമിളി ഭാഗമൊക്കെ എത്തിയപ്പോഴാണ് രാവിലത്തെ ഫുഡ് കഴിച്ചത്. മസാല ദോശയാണ് കേട്ടോ എല്ലാവരും കഴിച്ചത്. അങ്ങനെയല്ല. അയ്യോ ഉമ്മ. ആ ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു സ്പോട്ട് വന്ന് നിൽക്കുമ്പോൾ അടിപൊളി ഫീലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വാഗമണ്ണിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഈ ഒരു സ്പോട്ടായിരിക്കും കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഉമ്മ കൊടുത്ത അപ്പൂന്. ഉമ്മ ഉമ്മ. ആഹാ ഭയങ്കര ഉമ്മ കൊടുപ്പാണേ. നമ്മൾ ഇനിയിപ്പോൾ ഈവനിങ് ആവും ഫുഡ് കഴിക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. ഇനി നമ്മൾ കോട്ടയം എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അവനിപ്പോൾ എന്നെ വേണ്ട, അപ്പൂനെ മതി. ഈ വാഗമണ്ണിൽ ഇത്രയും പ്രാവശ്യം ഞാൻ വന്നിട്ട് ഞാൻ ഇതുവരെ തങ്കൾപ്പാറ കയറി കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുമ്പോൾ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു ക്ലൈമറ്റും അടിപൊളിയായിട്ടോട്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇവിടെ വന്നൊന്ന് കാണണേ. നമ്മളിവിടെ നിൽക്കുന്നുള്ളൂ. ഇവിടെ നിന്നുകൊണ്ടാണ് കുറേ ഫോട്ടോസോ വീഡിയോസോ എടുക്കുന്നത്. ആൾക്കാരൊക്കെ കുറേ പേര് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അങ്ങ് പോയിന്റ് കണ്ടോ, അവിടെ വരെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് പോവുകയാണ്. ഇനി അടുത്ത ലൊക്കേഷൻ മൊട്ടക്കുന്നായിരിക്കും, അല്ലെങ്കിൽ നേരെ വീട്ടിലോട്ടായിരിക്കും. മഴ നല്ലപോലെ മഴയാണ്. നമ്മൾ ഓടുമായിരുന്നു മഴ കാരണം. ഇനിയിപ്പോൾ മൊട്ടക്കുന്ന് പോവും. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ആയിരിക്കും വീട്ടിൽ പോകുന്നത്. നമുക്ക് നോക്കാം. ടാറ്റാ. നമ്മൾ മൊട്ടക്കുന്ന് കയറിയില്ല. നമ്മളതിലെ പാസ് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത്. മഴ പെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാവിലെ നമ്മൾ പളനിയിൽ നിന്ന് നേരെ കമ്പം വന്നു. അവിടെ വന്ന് മുന്തിരിപ്പാടം കണ്ടു. അവിടെ നിന്ന് നേരെ നമ്മൾ ഇടുക്കി വന്ന് പരുന്തുംപാറ കണ്ടു. അവിടെ നിന്ന് നേരെ നമ്മൾ വന്നത് തങ്കൾപ്പാറയിലാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ദിവസം പോയതുപോലും അറിഞ്ഞില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കാറിൽ വന്നുകൊണ്ട് കൂടുതൽ നമുക്ക് യൂസ്ഫുള്ളായി. അതുകൊണ്ട് ഇത്രയും നല്ല ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. മഴ പെയ്തുകൊണ്ടാണ് നമ്മൾ തങ്കൾപ്പാറയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയത്. അവിടെ ഇച്ചിരി നേരം നമ്മൾ സ്പെൻഡ് ചെയ്തുള്ളായിരുന്നു. മഴ പെയ്തുകൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. അല്ലാതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്കവിടെ നിൽക്കാമായിരുന്നു. രാവിലെ നമ്മൾ മസാല ദോശയും ചപ്പാത്തിയൊക്കെ കഴിച്ചതുകൊണ്ട് ആർക്കും വലിയ വിശപ്പില്ലായിരുന്നു ഉച്ചയ്ക്ക്. പിന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും നല്ല ഉറക്കമായതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് സ്കിപ്പ് ചെയ്തു കേട്ടോ. ആരും കഴിച്ചില്ല. ഇനി വൈകുന്നേരം നമുക്ക് മന്തി കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് എല്ലാവർക്കും മന്തി ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ട് എവിടെ പോയാലും നമ്മളിപ്പോൾ മന്തിയാണ് കൂടുതലും
കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നേരെ അൾട്രാസി കഞ്ഞിക്കുഴി വന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തത്. ഫൈനലി നമ്മൾ ഇതേണ്ട കോട്ടയം കഞ്ഞിക്കുഴി നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് മന്തി 3 നോർമലും 2 അൽഫാമാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ അൽഫാമാണ് കഴിക്കുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ മന്തിക്ക്. രാവിലെ കഴിച്ചതുകൊണ്ടായിരിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേ സമയം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ അതേ നമ്മൾ പളനിയിൽ നിന്ന് 5 മണിയായപ്പോൾ ഇറങ്ങി. ഇതേൻ്റെ ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ വീട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു നല്ല വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ, സീ യു.